അന്ന് പരിശുദ്ധ പിതാവായിരുന്ന പോപ്പ് ലിയോ 13 പാപ്പ വെഞ്ചരിച്ച് ആശീർവദിച്ച് കൊടുത്തുവിട്ട ഒരു മാതാവിന്റെ തിരുസ്വരൂപമായിരുന്നു ഈ സാന്റ് നിക്കോളാസ് കത്തീഡ്രലിൽ പ്രതിഷ്ഠിച്ചിരുന്നത്. ആ പ്രതിഷ്ഠാരൂപമാണ് പിന്നെ എവിടെയൊക്കെയോ എന്തൊക്കെയോ സാഹചര്യത്താൽ അത് ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോയത്. അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോയ ആ ഒരു മരിയ ഭക്തിയെ ഈ പരിശുദ്ധ കന്യകാമറിയം ഗ്ലാഡിസ് എന്ന അമ്മയിലൂടെ ഈ ലോകത്തിന്റെ മുമ്പിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചപ്പോൾ, ആ പ്രതിഷ്ഠയിലൂടെ ദൈവമായ കർത്താവിന്റെ അമ്മ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നീയും ചിലതൊക്കെ ഇതുപോലെ ഉപേക്ഷിച്ച് മാറ്റിവെച്ചിട്ടുണ്ട്. വെളിപാടിന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, എങ്കിലും മകനെ, എനിക്ക് നിനക്കെതിരെ ഒരു പരാതിയുണ്ട്. ആദ്യമുണ്ടായിരുന്ന സ്നേഹം നിനക്കിപ്പോൾ ഇല്ല. അതുകൊണ്ട് ആദ്യത്തെ സ്നേഹത്തിലേക്ക് നീ തിരിച്ചു വരണമെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, അർജന്റീനയിലെ സാന്റ് നിക്കോളാസ് അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ്. വിശുദ്ധ ഗ്രന്ഥ വായനയിലൂടെ നിനക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ദൈവീക ചൈതന്യം നീ വീണ്ടെടുത്ത് കർത്താവിൻ്റെ അമ്മയിലൂടെ വിശുദ്ധ ബലിപീഠത്തിലേക്ക് കടന്നു വരണമെന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കാൻ നമുക്ക്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം യാചിക്കാം. കരങ്ങൾ കൂപ്പാം, കണ്ണുകളടക്കാം. കാരുണ്യവാനായ കർത്താവേ, തീർച്ചയായും എനിക്ക് ആദ്യമുണ്ടായിരുന്ന പല നന്മകളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച പല ഗുണങ്ങളും ഇന്ന് എവിടെയോ നഷ്ടപ്പെട്ടു എന്നത് ഞാൻ തിരിച്ചറിയുകയാണ്. കാരുണ്യവാനായ കർത്താവേ, വളർന്നു വലുതായപ്പോൾ പലതും എൻ്റെ ഉള്ളിൽ മുരടിച്ചു പോയിട്ടുണ്ട്. ആ മുരടിച്ചു പോയത് നിത്യമായ ജീവിതത്തിന് അത്യാവശ്യമുള്ളതാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ആയതിനാൽ ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ അമ്മയുടെ മാധ്യസ്ഥ്യം യാചിച്ച് കർത്താവിൻ്റെ വാക്കിന് ചെവി കൊടുത്ത് വഴിയറിയാവുന്ന മക്കളായി ഈ ലോകത്തും പരലോകത്തിലേക്കും ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.